Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ നാലാമത്തെ ചാപ്റ്ററായ ബേസിക് സയൻസിലുള്ള നാലാമത്തെ ചാപ്റ്ററായ ത്രൂ ദ എലിമെൻ്ററി കനാലാണ്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കേട്ടഡ് 2 സയൻസ്, കേട്ടഡ് 3 നാച്ചുറൽ സയൻസ്, സെറ്റ് എക്സാമിനേഷൻ, അതർ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ എന്താണ് ന്യൂട്രീഷൻ? നമുക്കറിയാം എല്ലാ ഓർഗാനിസത്തിനും ഫുഡ് വേണം. അപ്പോൾ ഓരോ ഓർഗാനിസം ഓരോ രീതിയിലാണ് ഫുഡ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ന്യൂട്രീഷൻ എന്ന് നോക്കാം. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ഇൻടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫുഡാണ്. ഓഫ് ഫുഡ് ബൈ ഓർഗാനിസം. ഒരു ഓർഗാനിസം ഫുഡ് ഇൻടേക്ക് ചെയ്യുകയും അതിനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സ്, അതായത് ഫുഡ് ഉള്ളിലേക്ക് എടുക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സ്, അതായത് ചെടികൾ, അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അവർ വേറൊരു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോട്രോപ്സിന് എക്സാമ്പിളാണ് ഗ്രീൻ പ്ലാന്റ്സ്. ഈ ഗ്രീൻ പ്ലാന്റ്സ് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അവർക്ക് വേണ്ടുന്ന ഫുഡ് അവർ തന്നെ ഉണ്ടാക്കും. ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം. വേറെ ഓർഗാനിസത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം. ഇതിനെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ബാക്കിയുള്ള ഓർഗാനിസത്തിന് ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത് കാൺ സിന്തസൈസ് their own food. അതുകൊണ്ട് തന്നെ വേറെ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻസ് ഹെറ്ററോട്രോപ്സ് ആണ്. ബാക്കിയുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹ്യൂമൻസ് ഉള്ളത്. നമുക്ക് എന്താണ് പാരസൈറ്റിക് പ്ലാന്റ് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് ഓട്ടോട്രോപ്സ് ആണ്, അതായത് അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന്. പക്ഷെ ചില പ്ലാന്റ്സ് നമുക്ക് എന്തായിട്ട് കാണാൻ വേണ്ടി പറ്റും? വേറെ പ്ലാന്റിൽ നിന്നും ഫുഡ് അബ്സോർബ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ പാരസൈറ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാരസൈറ്റിക് പ്ലാന്റ് അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം അതർ പ്ലാന്റ്സ്. അപ്പോൾ പാരസൈറ്റിക് പ്ലാന്റ് ടോട്ടൽ പാരസൈറ്റ് ആവാം, പാർഷ്യൽ പാരസൈറ്റ് ആവാം, അല്ലെങ്കിൽ സാപ്രോട്രോഫ് ആയിരിക്കാം. ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പ്ലാന്റ് അതിൻ്റെ ലൈഫ് സ്പാൻ മൊത്തം വേറൊരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ടോട്ടലായിട്ട് പാരസൈറ്റ് ആയിരിക്കും. ഇനി പാർഷ്യൽ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യില്ല. അതിൻ്റെ ലൈഫ് സൈക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമാണ് അത് വേറൊരു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ചെറിയതൊക്കെ വളരാൻ വേണ്ടിയിട്ട് അത് ബാക്കിയുള്ള പ്ലാന്റിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാം. ഇനി സാപ്രോട്രോഫ് എന്ന് പറയുന്നത് ഡെഡും ഡീക്കേ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സാപ്രോട്രോഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടോട്ടൽ പാരസൈറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ടോട്ടൽ പാരസൈറ്റിൻ്റെ എക്സാമ്പിളാണ് കസ്ക്യൂറ്റ. കസ്ക്യൂറ്റ ഫുഡിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പ്ലാന്റിന് മേലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി പാർഷ്യൽ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളാണ് സാൻഡൽവുഡ്. അതിൻ്റെ ചെറിയ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗ്രോത്തിൽ വാട്ടറും മിനറൽസും അത് വേറെ പ്ലാന്റ്സിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലൊറാന്തസും
പാർഷ്യൽ പാരസൈറ്റിന് എക്സാമ്പിളാണ്. ഇനി സാപ്രോട്രോഫിന് എക്സാമ്പിളാണ് മോണോട്രോപ്പ. മോണോട്രോപ്പ ഒരു സാപ്രോട്രോഫാണ്. അപ്പോൾ ഇത്രയാണ് പാരസൈറ്റിക് പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പാരസൈറ്റിക് എനിമൽസിനെ കുറിച്ച് പറയാം. അതായത് എനിമൽസും ബാക്കിയുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ പാരസൈറ്റ്സിനെ കാണാൻ വേണ്ടി പറ്റും, എക്സ്റ്റേർണൽ പാരസൈറ്റും കാണാൻ വേണ്ടി പറ്റും. ഇൻറ്റേർണൽ പാരസൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ഇൻറ്റേർണൽ പാരസൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇൻറ്റേർണൽ പാരസൈറ്റിന് എക്സാമ്പിളാണ് വേംസ്. നമ്മുടെ വയറ്റിലൊക്കെ ഒരുപാട് വേംസ് ഉണ്ട്. ആ വേംസ് ഇൻറ്റേർണൽ പാരസൈറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി എക്സ്റ്റേർണൽ പാരസൈറ്റ് എന്ന് പറയുന്നത് പുറത്താണ് പാരസൈറ്റ് ഉള്ളതെങ്കിൽ, പാരസൈറ്റ് ലിവ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ പുറത്താണെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേർണൽ പാരസൈറ്റ് എന്ന് പറയും. ലോസും ഫ്ലീയുമാണ് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് എന്താണ് പ്രിഡേറ്റേഴ്സ് ഓഫ് പ്ലാന്റ് വേൾഡ് എന്ന് നോക്കാം. പ്രിഡേറ്റേഴ്സ് ഓഫ് പ്ലാന്റ് വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് ഇൻസെക്ട്സിനെ ക്യാച്ച് ചെയ്യാറുണ്ട്, എന്നിട്ട് അതിനെ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് ഇൻസെക്ട്സിനെ ക്യാച്ച് ചെയ്യാമെന്ന് അറിയാവോ? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് അങ്ങനെ ചെയ്യുന്നതെന്ന്. നമുക്കറിയാം പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ നൈട്രജൻ ആവശ്യമാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? നൈട്രജൻ ഉണ്ടല്ലോ. നൈട്രജൻ ഉണ്ട്. ആ നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് മാറ്റുമല്ലോ. അങ്ങനെയാണല്ലോ സോയിലിൽ നമുക്ക് നൈട്രേറ്റ് ഉണ്ടാവുകയും അത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയ ആണ് നൈട്രോബാക്ടറും അസറ്റോബാക്ടറും. ഈ രണ്ട് ബാക്ടീരിയ ഇതിലല്ലാതെ വേറെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ബാക്ടീരിയാസ് അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് ഹൈ അസിഡിറ്റി ഉള്ള സോയിലാണ് ഗ്രോ ചെയ്യുക. ഹൈ അസിഡിറ്റി സോയിലാണ് ഗ്രോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹൈ അസിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ബാക്ടീരിയക്ക്, നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയക്ക് വളരാൻ വേണ്ടി പറ്റില്ല. കാൺട്ട് ഗ്രോ. അവിടെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഇല്ലെങ്കിൽ സോയിൽ എന്തുണ്ടാവില്ല? സോയിൽ ഹാവ് നോ നൈട്രജൻ. അവിടെ സോയിലിൽ നൈട്രജൻ ഉണ്ടാവുകയും ഇല്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് ഇൻസെക്ട്സിനെ ക്യാച്ച് ചെയ്യുകയും ആ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള നൈട്രജൻ അതിലൂടെ ലഭിക്കുന്നതും. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് ഇൻസെക്ട്സിനെ ക്യാച്ച് ചെയ്യുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഹ്യൂമൻസിലെ ഫുഡ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നതെന്നും ഏതൊക്കെ പാർട്സ് ഓഫ് ആണ് നമുക്ക് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ടൂത്തിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ച്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ ഹാർഡസ്റ്റ് പാർട്ടാണ് ടൂത്ത് എന്നുള്ളത്. അപ്പോൾ നല്ലോണം കെയർ ചെയ്തിട്ടില്ലെങ്കിലാണ് ഈ ടൂത്തിന് ഡാമേജ് നടക്കുന്നത്. ഇനി ഈ ടൂത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറാണ് ഇനാമൽ. അപ്പോൾ ഇനാമലാണ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇനാമലാണ്. അപ്പോൾ ഈ ഇനാമൽ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം
കോമ്പൗണ്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇനാമൽ കാൽഷ്യം കോമ്പൗണ്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാൽഷ്യം കോമ്പൗണ്ടും ഏതെങ്കിലും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇനാമലിന് ഡാമേജ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ നമ്മുടെ വായിൽ സ്റ്റക്ക് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ലാക്റ്റിക് ആസിഡ് കാൽഷ്യമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇനാമൽ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ ലാക്റ്റിക് ആസിഡും നമ്മൾ ഇനാമൽ ഉണ്ടാക്കിയിട്ടുള്ള കാൽഷ്യവും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇനാമൽ എന്ത് സംഭവിക്കുന്നത്? ഇനാമൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗത്ത് നല്ലോണം വൃത്തിയാക്കണം. ഇനി മിൽക്ക് ടീത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത് കുട്ടികൾക്ക് 6 മന്ത് എത്തുമ്പോൾ ടീത്ത് എന്ത് ചെയ്യും? ടീത്ത് വരാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു ടീത്തിനെയാണ് നമ്മൾ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. ഈ മിൽക്ക് ടീത്ത് ചിൽഡ്രന് 6 വയസ്സ് 6 ഇയർ ആവുമ്പോൾ ഈ മിൽക്ക് ടീത്ത് ഫോൾ ചെയ്യാനും തുടങ്ങും. എന്നിട്ട് പെർമനൻ്റ് ടീത്ത് അവിടെ വരും. ഫോൾ ചെയ്തിട്ട് പെർമനൻ്റ് ടീത്ത് വരാൻ വേണ്ടി തുടങ്ങും. ഈ പെർമനൻ്റ് ടീത്ത് ഫോൾ ചെയ്താൽ പിന്നെ വേറെ ടീത്ത് വരില്ല. ഈ പെർമനൻ്റ് ടീത്താണ് പിന്നെ ലൈഫ് ലോങ്ങിൽ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ പെർമനൻ്റ് ടീത്ത് മെയിൻലി 4 ടൈപ്സ് ആണ് ഉള്ളത്: ഇൻസിസർ, കെനൈൻ, പ്രീമോളാറും മോളാറും. ആദ്യം നമുക്ക് ഇൻസിസറിനെ കുറിച്ച് നോക്കാം. ഇൻസിസർ എന്ന് പറയുമ്പോൾ ടോട്ടൽ 8 ടീത്താണ് ഉള്ളത്. 4 മേലെയും 4 താഴെയായിട്ടാണ് ഉള്ളത്. ഇതാണ് ഇൻസിസർ എന്ന് പറയുന്നത്. 4 above 4 below. ഇത് നമുക്ക് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇനി അടുത്തതാണ് കെനൈൻ. കെനൈൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ 4 ടീത്താണ് ഉള്ളത്. 4 ടീത്താണ് കെനൈൻ. ഈ 4 ടീത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 ഇൻസിസർ ഉണ്ടല്ലോ. 4 ഇൻസിസർ ഉണ്ട്. ഈ ഇൻസിസറിൻ്റെ അപ്പുറമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ടീത്തിനെയാണ് നമ്മൾ കെനൈൻ എന്ന് പറയുന്നത്. അത് ഓരോ ടീത്തും ഓരോ സൈഡിലാണ് ഉണ്ടാവുക. അപ്പോൾ 2 മേലെയും 2 താഴെയും. അപ്പോൾ ഈ ഒരു ടീത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഫുഡ് സ്റ്റഫൊക്കെ കടിച്ച് കീറി മുറിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടിയർ ഓഫ് ഫുഡ്. ഇനി നെക്സ്റ്റ് പ്രീമോളാർ. പ്രീമോളാർ എന്ന് പറയുമ്പോൾ ടോട്ടൽ 8 ടീത്താണ് ഉള്ളത്. ടോട്ടൽ 8 ടീത്ത്. ഈ 8 ടീത്തും നമ്മുടെ കെനൈൻ്റെ അപ്പുറമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മുടെ 4 ഇൻസിസർ ഇത്, പിന്നെ ഉള്ളത് നമ്മുടെ കെനൈന്, പിന്നെയാണ് പ്രീമോളാർ വരുന്നത്. പ്രീമോളാർ ടോട്ടൽ എത്രയുണ്ട്? 8 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 2 എണ്ണം ഇവിടെ, 2 ഈ ഒരു സൈഡിൽ. ഇതാണ് പ്രീമോളാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 8 ടീത്ത് ഉള്ളത്. 4 എണ്ണം മേലെയും 4 എണ്ണം താഴെയും. ഇനി നമുക്ക് മോളാറിനെ കുറിച്ച് പറയാം. മോളാർ 12 ടീത്താണ് മോളാർ. ഇത് നമ്മുടെ ഫുഡ് ഗ്രൈൻഡ് ചെയ്യാനും ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രീമോളാറിന് അഡ്ജസൻ്റ് ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 4 എണ്ണം മേലെയും 4 എണ്ണം താഴെയുമായിട്ട് നമ്മളെ ഇൻസിസേഴ്സ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? കെനൈന് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ കെനൈന്. ഇനി അതിൻ്റെ അരികിലായിട്ട് നമുക്ക് പ്രീമോളാർസ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2 പ്രീമോളാറാണ് ഒരു കെനൈൻ്റെ അരിയത്ത് ഉണ്ടാവുക.
അങ്ങനെ 8 പ്രീമോളാർസ് ഉണ്ട്. അതിൻ്റെ അപ്പുറമായിട്ടാണ് നമുക്ക് എന്തിനെ കാണാൻ വേണ്ടി പറ്റുന്നത്? മോളാറിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ മോളാർ എത്രയുണ്ട്? 12 മോളാർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 മോളാർ എന്ന് പറയുമ്പോൾ 1 മോളാർ ഇവിടെ ഉണ്ടാവും, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അങ്ങനെ ഓരോ പ്രീമോളാറിൻ്റെ അടുത്തായിട്ട് 3 ടീത്താണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ മോളാർ. ഇപ്പോൾ ടോട്ടൽ 32 ടീത്താണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടീത്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം നമ്മുടെ ഫുഡൊക്കെ ഗ്രൈൻഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫുഡ് എവിടത്തേക്കാണ് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ഫുഡ് നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് ച്യൂ ചെയ്ത് നമ്മുടെ ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തും. അപ്പോൾ ഫസ്റ്റ് സ്റ്റൊമക്കിലെത്തും, സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെത്തും, സ്മോൾ ഇൻറ്റെസ്റ്റൈന്, അവിടെ നിന്നും ലാർജ് ഇൻറ്റെസ്റ്റൈനിലെത്തും, ലാർജ് ഇൻറ്റെസ്റ്റൈനിലെത്തിയ ഫുഡ് പിന്നെ അതിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ആനസ് വഴി റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് ജേർണി ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജേർണി ഓഫ് ഫുഡ് എന്ന് പറയുമ്പോൾ മൗത്തിൽ നിന്നും സ്റ്റൊമക്കിലെത്തുന്നു, സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആനസ് വഴി വേസ്റ്റ് മെറ്റീരിയൽ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു എവ്രിവൺ.